സ്ട്രെസ് ഇല്ലാത്തവരായിട്ട് ആരോ ഉള്ളത് അല്ലേ? ഇപ്പൊ LKG പഠിക്കുന്ന പിള്ളേര് തൊട്ട് അങ്ങ് എത്ര പ്രായമായ ആളുകൾക്ക് വരെയും സ്ട്രെസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതിനൊരിക്കലും ഇൻവാലിഡേറ്റ് ചെയ്യരുത് എന്നതാണ് പ്രധാന കാര്യം. സോ ഇപ്പൊ LKG പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിലും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ എന്ത് സ്ട്രെസ്, ഞങ്ങളുടെയൊക്കെ സ്ട്രെസ്സാണ് സ്ട്രെസ് എന്ന് പറഞ്ഞ് നമ്മൾ ആരുടെയും സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ആരുടെയും വിഷമത്തെയും കുറച്ച് കാണേണ്ടെന്ന് ആവശ്യമില്ല. ഓരോരുത്തരുടെയും സ്ട്രെസ് അവർക്ക് ഡെഫിനറ്റ്ലി വലുത് തന്നെയാണ്. സോ ഇതിനെ ഇനി എങ്ങനെ മാനേജ് ചെയ്യാം? ആക്ച്വലി നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലും പറഞ്ഞ കാര്യങ്ങൾ, ഇത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതും എല്ലാം സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, യോഗ, ആസനാസ്, പ്രാണായാമം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും പോസിബിൾ ആകണം എന്നില്ല. ചിലർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കൂടാനാണ് സാധ്യത. സോ നമ്മൾക്ക് പറ്റുന്ന കാര്യം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മാനേജ്മെന്റ് ടെക്നിക്സ് നോക്കുന്നതായിരിക്കും